പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വീണ്ടും വാർത്തകളിൽ നിറയുന്ന അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലും നമ്മുടെ ചർച്ചകളിലും ഒക്കെ നിറയുന്ന ഒരു വാക്കാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. തിരുവനന്തപുരത്ത് വാമനപുരത്ത് ഒരു വയസ്സുകാരിയെ അമ്മ അശ്വതി എന്നു പേരുള്ള അമ്മ കൊന്നുകളഞ്ഞു. ഇതിന്റെ കാരണമായിട്ട് അവർ പറയുന്നത് കുഞ്ഞിന് എപ്പോഴും അസുഖം വരുമായിരുന്നു. അപ്പൊ ഇങ്ങനെ അടിക്കടി അസുഖം വരുന്നത് കൊണ്ടുള്ള മാനസിക ബുദ്ധിമുട്ട് കാരണമാണ് കഴുത്ത് ഞെരിച്ചു കൊന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ കുറെ പേർ പറയുന്നുണ്ട് ഇത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഒന്നുമല്ല, നല്ല തല്ലുകൊള്ളേണ്ട പ്രശ്നമാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നുള്ളത് ഒരു വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സംഭവിക്കാവുന്ന ആർക്കും വരാവുന്ന ഒരു കാര്യം തന്നെയല്ലേ? തീർച്ചയായും. പലരുടെയും മറ്റൊരു സംശയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എത്ര കാലം തൊട്ടാണ് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനൊക്കെ വന്നു തുടങ്ങിയത്? ഞങ്ങളും പ്രസവിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾക്കൊന്നും ഇതില്ലായിരുന്നല്ലോ. ഡിപ്രഷനെ പറ്റി പറയുമ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യമാണല്ലോ, എന്ന് തൊട്ടാണ് നിനക്കൊക്കെ ഡിപ്രഷൻ വന്നു തുടങ്ങിയത്, ഞങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റാതെ പോലും നിങ്ങളുടെ തെറ്റാണ്. നിങ്ങൾക്കുണ്ടായ മാനസിക സംഘർഷങ്ങളും ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇത് ഇങ്ങനെയാണെന്നുള്ളത് സയന്റിഫിക്കലി നമുക്ക് പേരറിയാമെന്ന് മാത്രമേ ഉള്ളൂ. മെഗ, ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇവരൊക്കെ ഇഷ്ടപ്പെട്ടും ആഗ്രഹിച്ചും ഒക്കെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളൊക്കെ തന്നെയാണിത്. പക്ഷേ നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുക ഒരാളുടെ മാനസിക നില ഇങ്ങനെ തന്നെ ആയി പോകണം? അല്ലെങ്കിൽ ഈ പാനിക് അറ്റാക്കുകളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് തന്നെ എനിക്കിത് അടുത്ത നിമിഷം ഉണ്ടാവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അത് ആ മൊമെന്റിൽ ഉണ്ടായി പോകുന്നൊരു കാര്യമാണ്. അത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഞാൻ അവിടെ രക്ഷപ്പെട്ടു. അല്ലാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഈ 6, 7, 8, 10 ഒക്കെ സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് കഴിച്ച ആൾക്കാരൊക്കെ മരണപ്പെടുന്ന സാഹചര്യം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഈ ഇത്തരം ഡിപ്രഷൻ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ കുറെ കാലങ്ങളായി റിസർച്ച് ചെയ്തിട്ടൊന്നും അല്ല സൂസൈഡ് ചെയ്യുന്നത് പോലും. അതൊക്കെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആ ഒരു മൊമെന്റ് സർവൈവ് ചെയ്യാൻ, അതൊന്നും മറികടക്കാൻ കഴിയാത്ത സാഹചര്യം. ഇപ്പൊ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ പാനിക് അറ്റാക്ക് വരുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞു. ആ മൊമെന്റ് സർവൈവ് ചെയ്ത് ആ ഒരു 10 സെക്കൻഡ് കടന്ന് അപ്പുറത്ത് എത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു അമ്മ അത് 9 മാസം അല്ലെങ്കിൽ 10 മാസം ഉള്ള ഒരു പ്രക്രിയയാണ്. അതിനകത്തിൽ എൻ്റെ സ്വാഭാവികമായിട്ടുള്ള എൻ്റെ ശരീര പ്രകൃതങ്ങൾ മാറും, ഹോർമോൺ ബാലൻസ് മാറും, മൂഡ് സ്വിങ്സുകൾ ഉണ്ടാവും, വിഷമങ്ങൾ ഉണ്ടാവും. അതേപോലെ ശരീര പ്രകൃതം മാറുമ്പോൾ തന്നെ നമ്മളുടേതായിട്ടുള്ള ഒരു സഡൻ ചേഞ്ചാണ്. ഞാൻ ആ പ്രക്രിയയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ആളൊന്നും അല്ല. എനിക്ക് പെട്ടെന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ 1ാമത്തെ പ്രഗ്നൻസി ആണെങ്കിലും 2ാമത്തെ പ്രഗ്നൻസി ആണെങ്കിലും എല്ലാ പ്രഗ്നൻസികളിലും നമ്മളുടെ മാറ്റങ്ങൾ വ്യത്യസ്തമാണ്, ഒരേ മാറ്റങ്ങളല്ല ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടിക്ക് സപ്പോർട്ടായിട്ട് ഫാമിലിയോ ഹസ്ബൻഡോ കൂടി ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ സീവിയർ സ്റ്റേജിലേക്ക് പോകുന്നത്. ഇതിനകത്തിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ്, ഞങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുത്തില്ലേ, ഞങ്ങൾ ആ കുഞ്ഞിനെ നോക്കിയില്ലേ, ആശുപത്രിയിൽ പോയല്ലേ പ്രസവിച്ചത്. എത്ര പേരൻസ്, എത്ര ഭർത്താക്കന്മാർ നിങ്ങളുടെ പാർട്ട്ണറിനോട് ചോദിച്ചിട്ടുണ്ട്, നീ ഓക്കെ ആണോ, അല്ലെങ്കിൽ നിനക്ക് ഓക്കെ അല്ലേ, മാനസികപരമായി നീ ഓക്കെ ആണോ, ഈ ഹെൽത്ത് കണ്ടീഷൻ ആ രീതിയിലല്ല, എന്നുവെച്ചാൽ പുറമേയുള്ള ഫിസിക്കൽ ഹെൽത്ത് അല്ല, മെന്റൽ ഹെൽത്ത് ഓക്കെ ആണോ എന്ന് എത്ര അച്ഛനമ്മമാർ, എത്ര ഭർത്താക്കന്മാർ ചോദിച്ചിട്ടുണ്ട്. എത്ര രാത്രികളിൽ അമ്മമാർ ഉറങ്ങാറുണ്ടെന്നായിരുന്നു. ഈ കുഞ്ഞ് പാല് കുടിക്കുന്നത് പോലും അതിന്റെ തന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു വേദനയാണെങ്കിലും ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇപ്പൊ ഓപ്പറേഷൻ ആണെങ്കിലും ശരി, നിങ്ങൾക്ക് സുഖപ്രസവമാണെന്ന് പറഞ്ഞാൽ അതും ശരി, ഇതിനൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ വേദനകളുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ അനുസരിച്ച് മാനസികപരമായും ശാരീരികപരമായും എനിക്ക് പ്രശ്നങ്ങളുണ്ടാവും. അത് ഒരു അല്ലെങ്കിൽ ഒരു സ്ത്രീ മറികടക്കുന്നത് അവളോടൊപ്പം നിൽക്കുന്ന ജീവിത പങ്കാളിയുടെയും അവളുടെ രക്ഷിതാക്കളുടെയും ആ ഒരു കൂടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലാത്ത ഒരാൾക്ക് സർവൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നീട് ചിലർ പറയുന്നത് നാടോടി സ്ത്രീകളില്ലേ, ഇവരൊക്കെ പ്രസവിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവരൊക്കെ മക്കളെ വളർത്തുന്നുണ്ടല്ലോ. അതിന്റെ അകത്ത് ഈ കുഞ്ഞുങ്ങൾ എത്രമാത്രം ജീവിച്ചിരിപ്പുണ്ടെന്ന് നമുക്കറിയില്ല. കുഞ്ഞുങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെന്ന് അറിയില്ല. ഇതൊക്കെ ആശുപത്രികളിൽ പോലും പ്രസവിക്കുന്നതല്ല. ഇപ്പൊ നമ്മൾ ഈ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ കാണാറുണ്ട്. ഇത്തരം സംഭവങ്ങൾ, ബോഡി കണ്ടെത്തുന്ന സംഭവങ്ങളിലെല്ലാം ഈ കേസ് അന്വേഷിച്ച് പുറകെ പോകും. പക്ഷെ എവിടെയെല്ലാം മറവ് ചെയ്യപ്പെടുന്ന കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾ ഉണ്ടാകും. ഈ പറയുന്ന ഒന്നിനേനി ആയിരിക്കാൻ കഴിയില്ല. ഇപ്പോ പണ്ടത്തെ ആൾക്കാരുടെ കാര്യം പറയുന്നുണ്ടല്ലോ, പണ്ടത്തെ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബങ്ങളാണ്. കുഞ്ഞൊന്ന് കരഞ്ഞാൽ വന്ന് മാറിയെടുക്കാൻ മനുഷ്യരുണ്ടായിരുന്നു. ഇപ്പൊ രാത്രി ഒന്ന് കരഞ്ഞാൽ അമ്മയോ അല്ലെങ്കിൽ പെങ്ങളോ ആരെങ്കിലും ഓടി വന്ന് എടുക്കാൻ ഉണ്ടായിരുന്നു. എന്നാൽ പോലും അമ്മയുടെ സ്ട്രഗിൾ ചെറുതാവുന്നില്ല. അവിടെ ഒന്നാമത്തെ കാര്യം അതങ്ങ് നോർമലൈസ് ചെയ്യപ്പെടുകയാണ്. അമ്മ ഉറങ്ങാതിരിക്കേണ്ട ആളാണ്, ഇനിയിപ്പോ കുറച്ചാൾ ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ എന്ന് ചോദിക്കുന്ന വളരെ നോർമലൈസ്ഡ് ആവുകയാണ്.
അതുപോലല്ല ഇപ്പോഴത്തെ കാര്യം. ജോലി, ഇപ്പൊ സ്ത്രീകളെല്ലാം കരിയറുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. പകല് ജോലി ചെയ്യുക, കരിയറുമായി ബന്ധപ്പെട്ട് ഒന്നിൽ പഠിക്കുക, അല്ലെങ്കിൽ ബിസിനസ് വർക്ക് ചെയ്യുക, ഇതിന്റെ എല്ലാം കൂടെ കുഞ്ഞിനെയും നോക്കി രാത്രി ഉറങ്ങാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം. ഒരു 2 ദിവസം പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഒക്കെ എങ്ങോട്ടാ പോകുന്നത്, നമ്മുടെ മൂഡ് എങ്ങോട്ടാ പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഇപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നത് ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വെറുതെയാണ്, തമാശ പറയുന്നതാണെന്നാണ്. നമ്മൾ ഈ പറഞ്ഞ ന്യൂസിന്റെ ഒക്കെ കമന്റ് സെക്ഷനിൽ ഞാനൊരു കമന്റ് വായിക്കായിരുന്നു. ഒരു പെൺകുട്ടി എഴുതിയിരിക്കുകയാണ്, എന്റെ കുഞ്ഞ് ഉറങ്ങാതിരിക്കുമ്പോൾ, രാത്രി ഉറങ്ങാതെ കരയുമ്പോൾ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ കുഞ്ഞിനെ കയ്യിലെടുത്ത് തിരിച്ച് അലറി വിളിക്കുമായിരുന്നു. പക്ഷെ അവര് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഞാൻ കുഞ്ഞിനെ കൊന്നിട്ടില്ലല്ലോ എന്നാണ്. പക്ഷെ ഈ പറഞ്ഞ സാധനവും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ തന്നെയാണ്. കുഞ്ഞിനെ കൊന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്റ്റേജിൽ നിന്ന് നിങ്ങളുടെ മാനസികാവസ്ഥയിൽ എങ്ങനെയോ രക്ഷപ്പെട്ടതാണ്. തിരിച്ചു വന്നതുകൊണ്ട് നിങ്ങൾ ആ കുഞ്ഞിനെ ആക്രമിച്ചില്ല. അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു കുഞ്ഞിനെ എടുത്ത് അതിന്റെ മുഖത്ത് നോക്കി അലറാൻ തോന്നത്തില്ലല്ലോ. അത് എന്റെ കുഞ്ഞാണെന്നുള്ള രീതിയിൽ എല്ലാ സിറ്റുവേഷനിലും എല്ലാ അമ്മമാരും ഒരേപോലെ ആണോ? ഇപ്പൊ മേഘ വളരെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു സ്വന്തം കുഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ അമ്മ ദേഷ്യപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അതല്ലാതെ മേഘ വളരെ കൂളായിട്ട് വളരെ സന്തോഷത്തിലിരിക്കുന്ന സമയത്താണ് ഈ കുഞ്ഞ് കുസൃതി കാണിക്കുന്നതെങ്കിൽ മേഘ അതോടൊപ്പം എൻജോയ് ചെയ്യും. ആ കുഞ്ഞിനോടൊപ്പം കുസൃതി കാണിക്കും, ആ കുഞ്ഞിന്റെ കുസൃതികളിൽ എൻജോയ് ചെയ്യും. ഇതെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള മാനസിക അവസ്ഥകളാണ്. അല്ലാതെ ആ അമ്മയ്ക്ക് കുഞ്ഞിനോട് വൈരാഗ്യം ഉണ്ടായിട്ടാണോ അത് ദേഷ്യപ്പെടുന്നത്? ചില അമ്മമാരാണെങ്കിൽ ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് വളരെ സങ്കടം തോന്നി കഴിഞ്ഞ് പിന്നെ കോംപ്രമൈസിന് ചെല്ലും. ഞാൻ കരയുന്ന മക്കളോട് ദേഷ്യപ്പെട്ടിട്ട് കരയുന്ന അമ്മമാരെ നമ്മൾ കണ്ടിട്ടില്ലേ? താങ്ങാനാകാതെ കരയുന്നത്. അല്ല, ഇതൊക്കെ ഓരോ മാനസിക അവസ്ഥകളാണ്. ഇതൊക്കെ നമ്മുടെ ഒരു വ്യത്യസ്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ പെരുമാറുന്നത്. അതെ, ഇപ്പൊ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ നമ്മൾ ദിവ്യ ജോണി എന്ന പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നു. ആ കുട്ടി ഇപ്പോൾ അടുത്തിടെ മരണപ്പെട്ടിരുന്നു, സൂയിസൈഡ് ചെയ്യുമായിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു, കുഞ്ഞിനെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോ ഈ കുട്ടിയുടെ ഇന്റർവ്യൂസിലും അതുപോലെ തന്നെ ജോഷ് ടോക്കിലൊക്കെ ഒന്ന് സംസാരിച്ചിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് കാണാൻ അവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുഞ്ഞിനെ ആദ്യം ഞാൻ കൊണ്ട് വെള്ളത്തിൽ മുക്കി, കുഞ്ഞ് കരഞ്ഞപ്പോൾ എനിക്ക് ബോധം വന്നു, ഞാൻ കുഞ്ഞിനെ തുടച്ച് കൊണ്ട് കിടത്തിയത് എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട്. അവർക്കത് കൃത്യമായി ഓർമ്മയില്ല. കുഞ്ഞിനെ എന്താണ് ചെയ്തതെന്നോ, എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്നോ, എന്തിനു കൊലപ്പെടുത്തിയതെന്നോ ഓർമ്മയില്ല. ഇതെല്ലാം മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണ്. അവർക്ക് ആ അപ്പോഴുണ്ടായ മാനസിക വിഭ്രാന്തിയുടെ പുറത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും, എല്ലാ മക്കളെ കൊല്ലുന്ന അമ്മമാരുടെ കാര്യത്തിലാണെങ്കിലും ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പനമ്പള്ളി നഗറിലെ ഒരു പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു കൊന്നൊരു രീതി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു ഫാക്ടറാണ്, പനമ്പള്ളി നഗറിലെ ഒരു ഫ്ലാറ്റിൽ നിന്ന് താഴേക്ക് കുഞ്ഞിനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് മറവ് ചെയ്യൊന്നും അല്ല ചെയ്തത്, പ്ലാൻഡ് ആയിട്ട് അതിനെ എറിഞ്ഞു കൊന്നൊന്നും അല്ല. ആദ്യം എടുത്ത അലമാരയിൽ എവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ സ്വന്തം ഫ്ലാറ്റിൽ നിന്ന് താഴേക്ക് ആരെങ്കിലും വിടുവോ? അതെ, ഇപ്പൊ ബ്രേക്കപ്പ് ആയ ഒരു ബോയ് ഫ്രണ്ടിൽ നിന്നുണ്ടായ കുഞ്ഞിനെ 9 മാസം, ആ കുട്ടിക്ക് അറിയായിരുന്നു കുട്ടി പ്രഗ്നന്റ് ആണെന്ന്. 9 മാസം എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടന്നിട്ടുണ്ടാവും ആ കുട്ടി. അതിനുശേഷം പ്രസവിച്ചതിന് ശേഷം കുഞ്ഞ് കരഞ്ഞപ്പോ ഇതിനെ ഇനി എന്ത് ചെയ്താലാണ് ഈ കൊച്ചിന്റെ വായടയ്ക്കുന്നത്, ഇതെങ്ങനെയാ പുറത്തറിയാതിരിക്കുന്നത് എങ്ങനെയാന്നുള്ള പെട്ടെന്നുണ്ടായ തോട്ടില് ഈ പറഞ്ഞ ബ്രെയിൻ ഒന്നും വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ ഒരു ക്രിമിനലിന്റെ ചിന്താഗതിയിൽ നിന്ന് ആലോചിക്കുകയാണെങ്കിൽ ആ വീട്ടിനകത്ത്, ആ ഫ്ലാറ്റിനകത്ത് തന്നെ മറവ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ ഒരു ക്രിമിനൽ തോട്ടല്ല, അപ്പോഴുണ്ടായ മാനസിക വിഭ്രാന്തിയിൽ നിന്നാണ് സംഭവിച്ചത്. എനിക്ക് ഇവിടെ ഉണ്ടായതല്ല, അത് ആ കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് ആ അമ്മ, ഇതൊക്കെ നമുക്ക് പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലാണെങ്കിലും അറിയാൻ പറ്റും മരണകാരണം എന്താണ്, കഴുത്ത് ഞെരിച്ച് കൊന്ന്. അപ്പോൾ ആ അമ്മ ഈ പറയുന്ന രീതിയിൽ അവിടെ കഴുത്ത് ഞെരിച്ച് കൊന്ന് താൻ പിടിക്കപ്പെടും, അല്ലെങ്കിൽ താൻ ഒരു മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ് കുഞ്ഞിനെ കൊന്നതെങ്കിൽ അവർക്ക് ആ തെളിവുകൾ നശിപ്പിക്കാമല്ലോ. അവരതൊന്നും ചെയ്തില്ല. ഇവരെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർ കുറ്റം സമ്മതിച്ചു, അതെ ഞാനാണ് കൊന്നത്. ചിലപ്പോ നേരത്തെ ആ പറഞ്ഞ പെൺകുട്ടിയെ പോലെ തന്നെ ഇവർക്കും ആ ഒരു ബോധം ഉണ്ടാവില്ല. ഇവരുടെ മാനസികാവസ്ഥ ഇപ്പോഴും നോർമൽ ആയിരിക്കണമെന്നില്ല. എന്തിനാണ് തന്റെ കുഞ്ഞിനെ കൊന്നതെന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള കാരണം ഇവർക്കും അറിയണമെന്നുണ്ടാവില്ല. ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല. ആ സമയത്താണ് അവർ ആ കുഞ്ഞിനെ ഞാൻ ആ കുഞ്ഞിന്റെ ഒരു അവസ്ഥയെ പറ്റി ആലോചിച്ചതാണ്. അത് എത്ര കരഞ്ഞിട്ടുണ്ടാവും, എന്തിനു വേണ്ടിയോ, എന്തിനാണ് താൻ മരിക്കുന്നതെന്ന് പോലും അതിനറിയുന്നില്ല. ജീവൻ കൊടുത്ത കൈകൾ തന്നെ ജീവൻ എടുക്കുന്ന ഒരവസ്ഥ. ഇതിന് ശരിക്കും ആ പെൺകുട്ടിയെ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അതിൻ്റെ ഭർത്താവ്, ആ കുട്ടിയുടെ അച്ഛനും ഇതിൽ പങ്കുണ്ട്, അതേപോലെ അതിൻ്റെ മാതാപിതാക്കൾക്കും പങ്കുണ്ട്. നിങ്ങളൊക്കെ കൂടെ ആയിരുന്നു ഈ കുഞ്ഞിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും പങ്കുണ്ട്. നീ ഒറ്റയ്ക്കല്ല, ഞങ്ങളുണ്ട് എന്നുള്ളൊരു വാക്കിൽ ചിലപ്പോൾ തീരുമായിരുന്നു ഈ പ്രശ്നങ്ങൾ. ഇപ്പൊ ഈ കുഞ്ഞിന് അടിക്കടി അസുഖങ്ങൾ വന്നപ്പോൾ കുറ്റപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ടാവാം. നീ കുഞ്ഞിനെ നേരെ നോക്കിയില്ലേ, കുഞ്ഞിനെ കുളിപ്പിച്ചില്ലേ, നന്നായിട്ട് തല തോർത്തി കൊടുത്തില്ലേ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം. നന്നായിട്ട് ഉറക്കാത്തത് കൊണ്ടാ, നെഞ്ചിൽ തണുപ്പ് കിട്ടിയത് കൊണ്ടാ എന്നൊക്കെ
നമുക്കറിയാം ഈ കുഞ്ഞുണ്ടാവുന്ന വീടുകളിലൊക്കെ പോയി റാൻഡം ആയിട്ടുള്ള ആൾക്കാർ അഭിപ്രായങ്ങൾ പറയുമല്ലോ. ഏറ്റവും ക്ലീശയായിട്ടുള്ള മറ്റൊരു അഭിപ്രായം എന്ന് പറയുന്നത് അവക്ക് പാലില്ല. അങ്ങനെ ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി കുറവൊക്കെ ഉണ്ടോ, അതങ്ങനെ അവക്ക് പാലില്ല. ഇല്ല, ഈ അമ്മമാർ ഇവരെന്താ കറവ പശുവാണോ പാലില്ല എന്ന് പറയാൻ വേണ്ടിട്ട് അത് റാൻഡം ആയിട്ടുള്ള ആൾക്കാരാണ് പറയുന്നത്. വന്നിരുന്നിട്ട് ഈ പ്രഗ്നൻസി ജേർണിയിൽ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പ്രസവിക്കുന്ന വേളയിൽ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോ ഇവരെ നേരിട്ട് നന്നായിട്ട് അറിയുന്ന ആൾക്കാരോ ഒന്നും ആയിരിക്കില്ല. റാൻഡം ആയിട്ട് വന്നൊരു വലിയമ്മ വന്നിരുന്നിട്ട് പറയുകയാണ് അതവളുടെയാ, നീ കൊച്ചിനൊന്നും കൊടുക്കുന്നില്ലേടി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ പറഞ്ഞു തീർക്കുമ്പോൾ 2 സെക്കൻഡിൽ തീരുന്നൊരു ഡയലോഗ് മാത്രമാണിത്. പക്ഷെ അത് കേൾക്കുന്ന അമ്മയുടെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ബോഡി ഷെയ്മിങ്. ഇവളങ്ങ് തടിച്ച് കൊഴുത്തല്ലോ, അങ്ങ് വികൃതമായി പോയല്ലോ, ഒന്ന് പ്രസവിച്ചപ്പോഴത്തേക്കും കണ്ടോ ഇങ്ങനെ അങ്ങ് ആയി പോയല്ലോ, അപ്പോഴത്തേക്കും ഓക്കെ എന്റെ ശരീരഘടന മാറി, ഞാൻ മറ്റൊരാളായി, ഇനി എനിക്ക് എന്റെ പഴയ ജീവിതമില്ല, ഞാൻ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു, അതിന് കാരണം ഈ കുഞ്ഞാണ്, എനിക്ക് സ്നേഹം കിട്ടാത്തത് കൊണ്ട്, എനിക്ക് പരിഗണനകൾ കിട്ടുന്നില്ല, എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, ഇപ്പൊ എല്ലാവർക്കും കുഞ്ഞിനെ മാത്രം മതി, ഞാൻ എന്റെ മാതാപിതാക്കളിൽ നിന്ന് ഞാൻ അവരുടെ കുഞ്ഞല്ലാതായി, അവർക്ക് എന്റെ കുഞ്ഞാണ് ഇപ്പൊ കുഞ്ഞ്, എന്റെ ഭർത്താവിന് എന്നെക്കാട്ടിൽ മൂല്യം എന്റെ കുഞ്ഞിനോടാണ്, എന്നോട് സ്നേഹമില്ല, എന്നെ ആരും പരിഗണിക്കുന്നില്ല, ഞാൻ ആഹാരം കഴിക്കുന്നുണ്ടോ എന്ന് തിരക്കുന്നത് പോലും കുഞ്ഞിന് പാല് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നിനക്ക് വേണ്ടിയിട്ട് നീ കഴിക്കുന്നുണ്ടോ എന്ന് ആരും ചോദിക്കുന്നില്ല. ഈ പരിഗണനകൾ ഇല്ലാതെ വരുന്ന സാഹചര്യങ്ങളിലാണ് ഇത്തരം സ്ത്രീകൾ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിലേക്ക് കടന്നു പോകുന്നതും. ഇപ്പോ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് പോലെ ഈ ഇത്തരം കൗൺസിലിംഗുകൾ കൊടുക്കുന്നുണ്ട് ഭർത്താവിനും, അതേപോലെ തന്നെ ചില കുടുംബത്തിനും കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം ഇത്തരം നമുക്ക് ഒരു പെൺകുട്ടിയും പറയാൻ പറ്റത്തില്ല, മെഗയ്ക്ക് ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ പറയാൻ പറ്റുമോ അവർക്ക് ഡിപ്രഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അവർ വളരെ ചിരിച്ച് ഹാപ്പി ആയിട്ട് നടക്കുന്ന മനുഷ്യർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഞെട്ടിപ്പോകും, എങ്ങനെയാണ് അപ്പൊ ഈ കുട്ടിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ നമ്മൾ ചിന്തിച്ചു പോകും. അതുപോലുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു, പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പറ്റി വളരെ അവെയർ ആയ 2 പേരിരുന്ന് സംസാരിക്കുന്നു എന്ന് കരുതുക. നാളെ ഒരു ദിവസം ഈ പറഞ്ഞ പ്രഗ്നൻസി എന്ന ജേണിയിലേക്ക് കടന്നു പോവുകയാണ്, ഇത്തരത്തിലൊരു സംഭവം നമുക്ക് ഉണ്ടാവില്ല എന്ന് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇതുപോലെ ഡോക്ടേഴ്സ്, ഗൈനക്കോളജിസ്റ്റുമാർക്ക് ഉണ്ടാവാറുണ്ട്, സൈക്കോളജിസ്റ്റുകൾക്ക് ഉണ്ടാകാറുണ്ട്. അവർക്കെല്ലാവർക്കും സംഭവിക്കുന്ന ഒരു സ്വാഭാവികമായ കാര്യം മാത്രമാണ്. ഇതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് ഒരു റീസണോ വെറുതെ സോഷ്യൽ മീഡിയ കൊടുത്തൊരു നറേറ്റീവോ ഒന്നുമല്ല. ഇത് ശരിക്കും നമുക്ക് പനി വരുന്നത് പോലെ അല്ലെങ്കിൽ മറ്റേതൊരു രോഗവും വരുന്നത് പോലെ മനുഷ്യർക്ക് വരാവുന്ന ഒരു രോഗമാണിത്. മാനസികാരോഗ്യം എന്ന് പറയുന്നത് ഇപ്പോഴും എല്ലാവർക്കും ഭ്രാന്താണ്. വേഗം നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കാണുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ട്, അവർക്ക് വട്ടാണ്, അതുകൊണ്ടാണ് അവൾ പോയി കാണുന്നത്. ഈ മെന്റാലിറ്റി ഉള്ള ആൾക്കാർ ജീവിക്കുന്നിടത്തോളം കാലം ഒരു അമ്മ കുഞ്ഞിനെ കൊന്നെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും ഇത്തരം ഒരു മാനസിക പ്രശ്നം കൊണ്ട് കൊന്നു, അല്ലാതെ ഈ മറ്റ് അഫയറുകൾ മൂലം കൊല്ലുന്നതല്ല, തനിക്ക് വേറെ ജീവിക്കാൻ വേണ്ടി പോയി കൊല്ലുന്ന കാര്യമല്ല, അത് കുഞ്ഞ് തടസ്സമാവുന്ന രീതിയിൽ കൊല്ലുന്ന അമ്മമാരെ പറ്റിയിട്ടല്ല. പക്ഷെ ഇത്തരം അമ്മമാരെ പറ്റി നമുക്ക് ഒന്ന് വേവലാതിപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം എനിക്ക് ടെൻഷനുണ്ട്, ഈ അമ്മയുടെ ഇനിയുള്ള ജീവിതം എന്തായിരിക്കാം എന്നുള്ളത് വലിയൊരു ടെൻഷനാണ്. ഇനി കുറ്റബോധത്തിന്റെ ഒരു വലിയ കാലമാണ് വരുന്നത്. ഇപ്പൊ ഈ പറയുന്ന ന്യൂസ് ചെയ്ത് നമ്മൾ ചർച്ച ചെയ്തു ഈ ടോപ്പിക്കും കഴിയും, 2 ദിവസത്തിൽ ഈ വാർത്ത മരിക്കും. പക്ഷെ ഈ കുറ്റബോധം ശിക്ഷയൊന്നും ഇവർക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ്. ഈ സ്ത്രീയെ ആ ചുറ്റുപാടുള്ളവർ എങ്ങനെയായിരിക്കും കാണുന്നത്? ഒരാൾ ഇവരെ കാണുമ്പോൾ മുഖം കറുപ്പിക്കുക, അല്ലെങ്കിൽ ആ ഒരു അവഗണനയുടെ ഒരു പടുകുഴി ഉണ്ടല്ലോ, ഒറ്റപ്പെടലിന്റെ ആ ഒരു, അതിലും ഭേദം മരണമാണെന്ന് അവർ ചിന്തിച്ചു പോകുന്നത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അത് ഒരു 30-40 വർഷം കഴിഞ്ഞാൽ വഴിയെ നടക്കുന്ന അമ്മുമ്മമാര് കൂടെ നടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും, ഇതാ ഞാൻ എന്ന് പറഞ്ഞ കുഞ്ഞിനെ കൊന്ന അമ്മ എന്ന് പറയുന്നത് 30-40-50 വർഷം കഴിഞ്ഞ് ഇത് തന്നെ നടക്കും. അതിനി ഒരു കാലത്തും മാറ്റാലും തേച്ചാലും പോകില്ല. അവരെ അപമാന ഭാരത്തിൽ, കുറ്റബോധ ഭാരത്തിലായിരിക്കും ഇനി ജീവിക്കേണ്ടി വരിക.